ടെക്ടൂട്ടന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് KTUവിന്റെ S3 2024 സ്കീമിനെ ബേസ് ചെയ്തിട്ടുള്ള TUC എന്ന് പറയുന്ന സബ്ജക്ട്സിന്റെ സിലബസും ക്വസ്റ്റ്യൻസ് പാറ്റേൺസും ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഈ ഒരു സബ്ജക്ട്സിൽ നമുക്ക് തിയറി കൺസെപ്റ്റ്സും പഠിക്കാനായിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലംസും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ സബ്ജക്ട്സിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2024 പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് എക്സാമിന്റെ മാർക്കേജ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി അവർ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 60 മാർക്കിനാണ് യൂണിവേഴ്സിറ്റി എക്സാംസ് റിട്ടേൺ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റേണൽ മാർക്സിന്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് വരുന്നത് 40 മാർക്സിനാണ്. അങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ ലാസ്റ്റ് റിസൾട്ടന്റ് വരുമ്പോൾ ഔട്ട് ഓഫ് 100-നാണ് നമ്മുടെ മാർക്സ് അവിടെ നിന്ന് ഗെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ 60 മാർക്ക് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന എക്സാമിനാണ് കിട്ടുന്നത്. ഈ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന രണ്ട് സെക്ഷൻസ്. അതിൽ പാർട്ട് എ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി പഠിക്കാനായിട്ടുള്ള മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ടോട്ടലി 4 ആണ്. അപ്പൊ ഈ ഓരോ മൊഡ്യൂൾസിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എക്സാമിന് ആ പാർട്ട് എ സെക്ഷനിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അങ്ങനെ ടോട്ടലി ഈ 2 ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് വെച്ചിട്ടാണ് പാർട്ട് എന്റെ വെയിറ്റേജ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ടോട്ടലി 8 × 3 24 ആണ് നമ്മുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പാർട്ട് ബി നമ്മൾ നോക്കുമ്പോൾ അവിടെ ഓരോ ക്വസ്റ്റ്യനും മാർക്കിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മാർക്കാണ്. അപ്പോൾ 4 മൊഡ്യൂൾസിൽ നിന്നും പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 9 മാർക്കിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടും വരാം, ഓർ 9 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ തന്നെ വരാം. അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് തന്നെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 9 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. 4 മൊഡ്യൂൾസിൽ നിന്നും 9 മാർക്സ് വീതമാണ് ടോട്ടലി പാർട്ട് ബിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പൊ 9 × 4 36 മാർക്കാണ് പാർട്ട് ബിയിലെ വെയിറ്റേജ്. അപ്പൊ 24 പാർട്ട് എന്റെയും അതുപോലെ തന്നെ 36 പാർട്ട് ബിന്റെയും അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 60 മാർക്കായിട്ട് മാറും. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പറയുമ്പോൾ ഇതാണ് അതിന്റെ ഓവറോൾ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ഇന്റേണൽ എക്സാമിന് 40 മാർക്സ് പോകുന്നുണ്ട്. അതില് നിങ്ങൾക്ക് 2 തവണ ഇന്റേണൽ എക്സാംസ് ഉണ്ടാവും. അതിൽ ഓരോ ഇന്റേണൽ എക്സാം നടത്തുമ്പോഴും അവിടെ 10 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ടോട്ടലി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് നടത്തുന്ന ഇന്റേണൽ എക്സാമിൽ നിന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്തോ അതിനെ നമുക്ക് 10-ലോട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ 2 ഇന്റേണൽ എക്സാം കണ്ടക്ട് ചെയ്തിട്ടാണ് നമുക്ക് 20 മാർക്സിന് ഈ ഒരു സ്പ്ലിറ്റപ്പ് വരുന്നത്. ബാക്കി 50 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെന്റ്സ്, പ്രോജക്ട്സ് അതെല്ലാം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ 50 മാർക്ക് ഫൈനലി വരുന്നത്. അപ്പോൾ ബാലൻസ് ഉള്ള 35ന്റെ 5 മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ വെയിറ്റേജ് അവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മാർക്കിന്റെ സ്പ്ലിറ്റപ്പ്. അപ്പോൾ 40 മാർക്സ് ഇന്റേണൽ മാർക്ക് നമുക്ക് ഈ രീതിയിലാണ് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഫൈനലി 40 ആയിട്ട് മാറുന്നത്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് വരുമ്പോൾ ഈ 60 + 40 100 ആണ് നമ്മുടെ ഫൈനലി റിസൾട്ടന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം എക്സാം പാറ്റേൺ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2024-നെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ മാർക്കിന്റെ സ്പ്ലിറ്റപ്പ് ആണ് ഈ ഒരു പാറ്റേണിൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ബിയിൽ നിന്ന് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ അതിന്റെ പാർട്ട് ഫസ്റ്റ് 1 നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സെക്കൻഡ് 1-ലേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് അതിന്റെ സ്കോർ നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ഈ സബ്ജക്ട് TOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഞാൻ പറഞ്ഞു തിയറി കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലംസും ഒരുപോലെ തന്നെയാണ് ഈ മൊഡ്യൂൾസിൽ ഓരോന്നിലും കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ പല ഇൻഫോർമേഷൻസും നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ട് റിഗാർഡിങ് വിത്ത് ഓട്ടോമേറ്റ. അല്ലെ, ഓട്ടോമേറ്റ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഓട്ടോമേറ്റയാണ്. ഫൈനൈറ്റ് ഓട്ടോമേറ്റയും അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, അതിൻ്റെയൊക്കെ ഫോർമൽ ഡെഫിനിഷൻസ്, അതിൻ്റെ ഇക്വേഷൻസ്, അതൊക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡയഗ്രാം വൈസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സബ്ജക്റ്റിനുള്ളിൽ പഠിക്കുന്നത്. അങ്ങനെ ടോട്ടലി 4 modules ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു 60 മാർക്സിനാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് പീരീഡ് എന്ന് പറയുമ്പോൾ 2 hours and 30 minutes ആണ്. നിങ്ങൾ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ടൈം ഇതാണ്. അപ്പൊ ഈ ടൈമിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതുക. ഡയഗ്രാം ഉള്ള ആ കൺസെപ്റ്റുകളിലൊക്കെ അത് ഉറപ്പായിട്ട് നിങ്ങൾ വരയ്ക്കാൻ മറക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്യുക, ഏതൊക്കെ കൺസെപ്റ്റ്സ് നിങ്ങൾ എഴുതിയോ, ക്വസ്റ്റ്യൻ്റെ എല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഈ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് എഴുതാനാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. കാരണം നമുക്ക് മാർക്കിന്റെ വെയിറ്റേജ് കൂടുതൽ ആ ഒരു സെക്ഷൻസിലാണ്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം തന്നെ കൂടുതലും പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത ശേഷം എയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിൽ പാർട്ട് ബിയിൽ തന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അത് തന്നെ ആദ്യം എഴുതി പോകാനായിട്ട് പ്രത്യേകം ശീലിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ശീലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്പ്ലിറ്റപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു, സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലെ, ടൈം ഡ്യൂറേഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കോഴ്സ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. അപ്പോൾ ഈ ഒരു TOC പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഔട്ട്കംസ് ആണ് സ്റ്റുഡൻസിന് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫോർ ദാറ്റ് എന്തൊക്കെ ഒബ്ജക്ട്സ് ഇവിടെ പറയുന്നുണ്ട്? ടു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഫോർമൽ ലാംഗ്വേജസ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഫോർമൽ ലാംഗ്വേജസിന്റെ കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫൈനൈറ്റ് ഓട്ടോമേറ്റ, അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓട്ടോമേറ്റ ടൈപ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയൊരു വ്യക്തമായ ഐഡിയാസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു ഡിസ്കസ് ദി ചോംസ്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോർമൽ ലാംഗ്വേജസ് with the discussion on grammar and automata for regular, context-free, context-sensitive and unrestricted languages. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ്, ഫോർമൽ ലാംഗ്വേജസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈ ചോംസ്കി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫോർമൽ ലാംഗ്വേജസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന വൺ ഓഫ് ദ കൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ ഗ്രാമേഴ്സ്, റെഗുലർ ഗ്രാമേഴ്സ്, അതുപോലെ തന്നെ നോൺ റെഗുലർ ഗ്രാമേഴ്സ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമേഴ്സ്, അൺറെസ്ട്രിക്റ്റഡ് ലാംഗ്വേജസ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ വരുന്ന ലാംഗ്വേജസ് ആണ് ഈ ഓരോ ടൈപ്സും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫോർമൽ ഡെഫിനിഷൻ, ഇക്വേഷൻസ് വരെ നമ്മൾ നോക്കുന്നുണ്ട്. ഇനി അടുത്ത് നോക്കുക, to discuss the notation of decidability and halting problem. അപ്പം ഈ ഒരു കൺസെപ്റ്റ് തിയറി നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ വേരിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും നമ്മൾ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് അത് അപ്ലൈ ചെയ്താലാണ് നമുക്ക് കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് ഫോം ചെയ്യാൻ സാധിക്കുന്നത്, അത് മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തിയറി പ്ലസ് പ്രോബ്ലംസ് കൂടെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോർമലി പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ്സ് നോക്കി. ഇനി ഇതേ നോക്കിയേ, സിലബസസ് നമുക്ക് നോക്കാം. അപ്പൊ ടോട്ടലി 4 modules ആണ് ഉള്ളത്. അതിലിത് നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫൗണ്ടേഷൻസ്, ലിൻസ് ഹോപ്ക്രോഫ്റ്റ്. അതിൽ വരുന്ന കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻസ് ഫോർ സ്റ്റഡിങ് കോമ്പാക്റ്റബിലിറ്റി, നീഡ് ഫോർ മാത്തമാറ്റിക്കൽ modeling, automata, introducing automata through simple models, on or off switch, copy vending machine, and 3 basic concepts: alphabet, string and languages. അപ്പോൾ കൺസെപ്റ്റുകൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്: ആൽഫബറ്റും സ്ട്രിങ്സും ലാംഗ്വേജസ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഓട്ടോമേറ്റയുടെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ അപ്ലൈ ചെയ്തിട്ടുള്ള റിയൽ ആപ്ലിക്കേഷൻസും ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കാണ്. അപ്പൊ നോക്ക്, അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് എ ഫൈനൈറ്റ് ഓട്ടോമേഷൻ ഉണ്ട്. അപ്പൊ ഫൈനൈറ്റ് ഓട്ടോമേഷന്റെ ഡെഫിനിഷൻ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമേറ്റ് ഉണ്ട്, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമേറ്റ് ഉണ്ട്. അപ്പൊ നോക്ക്, അടുത്തത് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ്, അതിനെയാണ് DFA. ഇനി അതുകൂടാതെ റെഗുലർ ലാംഗ്വേജസ്, റെഗുലർ ഗ്രാമേഴ്സ്, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് DFA കഴിഞ്ഞ് കഴിഞ്ഞാൽ NFA പഠിക്കും അല്ലെ. അപ്പൊ NFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഡേറ്റ. അതാണ് നമ്മുടെ എന്താ NFA. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ ഫോർമൽ ഇക്വേഷൻസ്, ഡെഫിനേഷൻസ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ? NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷൻ. അപ്പൊ NFAക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ NFAയും DFAയും തമ്മിലുള്ള വേരിയേഷൻസ് അവിടെ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടുന്നത് എന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് എലിമിനേറ്റിംഗ് എപ്സിലോൺ ട്രാൻസിഷൻ, പ്രൂഫ് നോട്ട് എക്സ്റ്റെൻഡ്. അതുപോലെ തന്നെ എപ്സിലോൺ ട്രാൻസിഷൻസ് ഒരു NFAയിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഇക്വാലൻസ് ഓഫ് NFA ആൻഡ് DFA ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇക്വാലൻസ് ക്ലാസ് കണ്ടക്ട് ചെയ്യാം ഫോർ ബോത്ത് NFA ആൻഡ് DFA, അതാണ് ആ ഒരു സെക്ഷൻസ് കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സബ്സെറ്റ് കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ DFA സ്റ്റേറ്റ് മിനിമൈസേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, ടെക്സ്റ്റ് സെർച്ച്, കീവേഡ് റെക്കഗ്നിഷൻ. അപ്പം ഈ കൺസെപ്റ്റ് ഒക്കെ എന്താണ്, ഫോർമൽ ഡെഫിനിഷൻസ്, അതിന്റെ മീനിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ അതിന്റെ റിയൽ ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ രീതിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നോക്കിയാലോ. അവിടുത്തെ മെയിൻ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റെഗുലർ എക്സ്പ്രഷൻ, അതാണ് നമ്മുടെ ടൈറ്റില്. റെഗുലർ എക്സ്പ്രഷൻസിൽ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോർമൽ ഡെഫിനിഷൻസ് ഓഫ് റെഗുലർ എക്സ്പ്രഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, റെഗുലർ എക്സ്പ്രഷൻസിന്റെ ഫോർമൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വരുന്നത് അത് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി ബിൽഡിംഗ് റെഗുലർ എക്സ്പ്രഷൻസ്, അടുത്ത എന്താണ് നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻസ് ബിൽഡപ്പ് ചെയ്യുക. ദെൻ ഇക്വിവാലൻസ് വിത്ത് ഫൈനൈറ്റ് ഓട്ടോമേറ്റർ അല്ലെ, അതുപോലെ തന്നെ നമ്മൾ എന്താ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് ഈ റെഗുലർ എക്സ്പ്രഷൻസ് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, എത്രത്തോളം ഇക്വാലൻസസ് ആണ് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻസും ഫോർമൽ ഡെഫിനിഷൻസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ് സെക്കൻഡ് മൊഡ്യൂൾസിൽ. അതുകൂടാതെ കൺവേർട്ടിംഗ് FA ടു റെഗുലർ എക്സ്പ്രഷൻസ് അല്ലെ, അതുപോലെ നമ്മൾ എന്താണ് FAസിനെ നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കൺവേർട്ടിംഗ് റെഗുലർ എക്സ്പ്രഷൻസ് FA, അതായത് ടു ആൻഡ് ഫ്രോ നമുക്ക് എങ്ങനെയൊക്കെ കൺവേർഷൻ പോസിബിൾ ആവാം അല്ലെ, FA ടു എന്താ റെഗുലർ എക്സ്പ്രഷനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുമോ തിരിച്ചും എങ്ങനെ കൺവേർഷൻസ് പോസിബിൾ ആവുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഹാഫ് ഓഫ് ദ മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ പാറ്റേൺ മാച്ചിങ്, അതുപോലെ തന്നെ റെഗുലർ എക്സ്പ്രഷൻസ് ആണ്, പിന്നെ റെഗുലർ ഗ്രാമർ,
ഇക്വാലൻസ് വിത്ത് FA, കൺവേർഷൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് കൺവേർഷൻസ് ചെയ്യാൻ പറ്റും, FA ടു ഏതിലേക്കാണ് നമ്മുടെ റെഗുലർ എക്സ്പ്രഷനിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ആ ഒരു എന്താണ് ഇക്വാലൻസ്, ആ ഒരു ട്രാൻസ്മിഷന്റെ ആ ഇക്വാലൻസസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ മൊഡ്യൂൾസിൽ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഫസ്റ്റ് ഹാഫിന്റെ മെയിൻ പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൂടാതെ നമ്മൾ നോക്കുന്നത് പറയുമ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജസ് ആണ്. അപ്പൊ നമുക്ക് പല പ്രോപ്പർട്ടീസ് ഇതിൽ പഠിക്കാൻ പറ്റും അല്ലെ, ക്ലോഷർ പ്രോപ്പർട്ടി, ക്ലീൻ ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. നോക്കിയ ക്ലോഷർ ആൻഡ് ഡിസിഷൻ പ്രോപ്പർട്ടി ഓഫ് റെഗുലർ ലാംഗ്വേജസ് വിത്ത് പ്രൂഫ്. അപ്പൊ പ്രൂഫോട് സഹിതമാണ് നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. അത് നമുക്ക് എന്തായാലും പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രൂഫ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോ പമ്പിംഗ് ലെമയാണ്. അപ്പൊ ഈ പമ്പിംഗ് ലെമ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മിക്കുള്ള എല്ലാ ഓട്ടോമേറ്റീവ്സിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ടെക്നിക്സ് ആണ് ഈ പറയുന്ന ഓട്ടോമേറ്റ. അപ്പൊ പമ്പിംഗ് ലെമ ഫോർ റെഗുലർ ലാംഗ്വേജസ് വിത്ത് ഫോമൽ പ്രൂഫ്. അപ്പൊ പ്രൂഫോട് നമുക്ക് ഈ ഒരു ടോപ്പിക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു റെഗുലർ ലാംഗ്വേജ് ഈ ഒരു പ്രിൻസിപ്പിൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്നത്, അതിന്റെ പ്രൂഫ് സഹിതം നമ്മൾ ഈ മൊഡ്യൂൾ നോക്കും. അതുപോലെ പമ്പിംഗ് ലെമ ആസ് എ ടൂൾ ടു പ്രൂവ് നോൺ റെഗുലാരിറ്റി ഓഫ് ലാംഗ്വേജസ്. അത് കൂടാതെ തന്നെ എന്താണ് നമ്മുടെ നോൺ റെഗുലാരിറ്റി അല്ലെ, ലാംഗ്വേജസിന്റെ നോൺ റെഗുലാരിറ്റിയിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പമ്പിംഗ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് അതിൽ വരും എന്നുള്ള കാര്യമാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നേ. ഇനി കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പൊ നോക്ക്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ അതുപോലെ ആപ്ലിക്കേഷൻസ്, അത് നെക്സ്റ്റ് ഓട്ടോമേറ്റയാണ്. അപ്പൊ നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നോക്ക്, the formal definitions of a context-free grammar, designing context-free grammar, leftmost and rightmost derivations using a grammar, parse trees, ambiguous grammars, resolving ambiguity, inherent ambiguity, CFGs and programming languages. ഇതാണ് നമ്മുടെ ഫൈനൽ കണ്ടന്റ്. ഈ മൊഡ്യൂൾസിന്റെ ഫൈനൽ കണ്ടന്റ് എന്ന് പറയുന്നത് CFG ആണ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ലാംഗ്വേജസിനെ CFG എന്ന് കോൾ ചെയ്യാൻ പറ്റുന്നത്, ഫങ്ഷനാലിറ്റീസ് ഒക്കെ നമ്മൾ നോക്കും അല്ലെ, ഫോർമൽ ഡെഫിനിഷൻസ്, അതിന്റെ ഡിസൈനിങ് നോക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഡെറിവേഷൻസ് ഗ്രാമർ വെച്ചിട്ട് നോക്കും. പാർസ് ട്രീ ഒക്കെ കൺസ്ട്രക്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആംബിഗസ് ഗ്രാമർ എന്താന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആംബിഗിറ്റി റിസോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇൻഹെറിറ്റ് ആംബിഗിറ്റി, CFG, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡില് പഠിക്കുന്നത്. അപ്പോ മെയിൻ കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഇനി നമുക്ക് തേർഡ് മൊഡ്യൂൾസിന്റെ മെയിൻ ആയിട്ടുള്ള സിലബസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുഷ് ഡൗൺ ഓട്ടോമേറ്റ ആണ് പഠിക്കേണ്ടുന്നത്. പുഷ് ഡൗൺ ഓട്ടോമേറ്റ, അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്താണ്, നമ്മൾ ഫോർമൽ ഡെഫിനിഷൻ പഠിക്കുക അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഫോർമൽ ഡെഫിനിഷൻ ഓഫ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ നമ്മൾ നോക്കുന്നുണ്ട്. DPDA, അത് നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ, അതുപോലെ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ, അതിലും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ആ ഒരു സെക്ഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഓഫ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. അപ്പം നമ്മൾ ഡെഫിനീഷൻസ് മാത്രമല്ല അതിനെ മെയിൻ ആയിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്ന എക്സാമ്പിൾസും നോക്കുന്നുണ്ട്. ഇനി ഇക്വാലൻസ്, NDPDS ആൻഡ് CFDs, പ്രൂഫ് നോട്ട് എക്സ്പെക്റ്റഡ്. അതുപോലെ തന്നെ എന്താണ് ഇക്വാലൻസ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഏത് ഓട്ടോമേറ്റഡ് ക്ലാസ്സസ് ആയിക്കോട്ടെ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഇക്വാലൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെയും പുഷ് ഡൗൺ ഓട്ടോമേറ്റ മൊഡ്യൂൾ 3യിലും നമ്മൾ ഇക്വാലൻസ് ക്ലാസ്സസ് അനലൈസ് ചെയ്യും. അത് പ്രൂഫ് ആവശ്യമായിട്ടുള്ളതല്ല, കൺവേർഷൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. അപ്പോൾ എന്താ നോൺ ഡിറ്റർമിനിസ്റ്റിക് നിന്ന് ഡിറ്റർമിനിസ്റ്റിക്കിലുള്ള ട്രാൻസ്മിഷനും അതുപോലെ തിരിച്ചും വൈസ് വേഴ്സ ആയിട്ടുള്ള ട്രാൻസ്മിഷനും നമ്മൾ ഈ ഒരു സെക്ഷൻസിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റയുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അത് കൂടാതെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറും ആപ്ലിക്കേഷൻസും സെക്കൻഡ് മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ നമ്മുടെ തേർഡ് മൊഡ്യൂൾസിലുണ്ട് അല്ലെ. എങ്ങനെ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തേർഡിൽ നമ്മൾ നോക്കുന്നത്.
Simplification of context-free languages. How they can be simplified into context-free languages. അപ്പൊ അതില് എങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എലിമിനേഷൻ ഓഫ് യൂസ്ലെസ് സിമ്പിൾ അല്ലെ, നമുക്ക് ആവശ്യമില്ലാത്ത സിമ്പിൾസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് മാറ്റാം. അതൊരു ടെക്നിക്കാണ് സിംപ്ലിഫിക്കേഷന്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻസ് നമുക്ക് റിമൂവ് ചെയ്യാം. ദെൻ എലിമിനേറ്റിംഗ് എപ്സിലോൺ പ്രൊട്ടക്ഷൻസ്. ഇനി അടുത്ത സിംപ്ലിഫിക്കേഷൻ എപ്സിലോൺ പ്രൊട്ടക്ഷൻസ് റിമൂവ് ചെയ്ത് നമുക്ക് അവിടെ വർക്കിംഗ് കണ്ടക്ട് ചെയ്യാം. അതാണ് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി. ഇനി എലിമിനേറ്റിംഗ് യൂണിറ്റ് പ്രൊട്ടക്ഷൻസ്, അതാണ് നമ്മുടെ അടുത്ത കാറ്റഗറി അല്ലെ. എന്താണ് യൂണിറ്റ് പ്രൊട്ടക്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ദെൻ ചോംസ്കി നോർമൽ ഫോം, ഗ്രേ ബാച്ച് നോർമൽ ഫോം. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. നമുക്ക് പ്രോബ്ലം ആയിട്ടാണ് ഇത് കൂടുതലും ചോദിക്കാറുള്ളത്. ഇക്വേഷൻസ് തന്നിട്ടുണ്ടാവും അല്ലെ. റെഗുലർ ലാംഗ്വേജസ്, ഈ ഒരു ഗ്രേ ബാച്ച് നോർമൽ ഫോം GNF എന്നാണ് അതിന്റെ അബ്രിവേഷൻ. അപ്പൊ അത് വെച്ചിട്ടുള്ള കൺവേർഷൻസ് ചോദിക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ മൊഡ്യൂൾസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള കണ്ടന്റ്സ്. കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസിന്റെ മേജർ പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്. ദ മേജർ പ്രോപ്പർട്ടീസ് ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്. ഓക്കെ, അപ്പൊ അതില് പമ്പിംഗ് ലെമ്മ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പമ്പിംഗ് ലെമ്മ പ്രിൻസിപ്പിൾസ് നമുക്ക് എല്ലാ ഓട്ടോമേറ്റയിലും അപ്ലൈ ചെയ്തിട്ട് അതിന്റെ അനാലിസിസ് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ പമ്പിംഗ് ലെമ്മ ഫോർ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് വിത്ത് ഫോർമൽ പ്രൂഫ്, ക്ലോഷർ ആൻഡ് ഡിസിഷൻ പ്രോപ്പർട്ടീസ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് വിത്ത് ഫോർമൽ പ്രൂഫ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് മൊഡ്യൂള് കംപ്ലീറ്റ് ആവും. ഇനി ഫോർത്ത് മൊഡ്യൂൾ, അതായത് നമ്മുടെ ഫൈനൽ മൊഡ്യൂൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂറിംഗ് മെഷീൻസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ട്യൂറിംഗ് മെഷീൻ എന്താണ്, അതിന്റെ ഫോർമൽ ഡെഫിനിഷൻ. ഇനി എക്സാമ്പിൾസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂറിംഗ് മെഷീൻസ് ആസ് ലാംഗ്വേജ് അക്സെപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ട്യൂറിംഗ് മെഷീൻസ് ആസ് കമ്പ്യൂട്ടേഴ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻസ് ഉണ്ട്, പ്രൂഫ്സ് ഫോർ ഇക്വാലൻസ് വിത്ത് ബേസിക് മോഡൽ ഉണ്ട്, അതുപോലെ റിക്കേഴ്സീവ് ആൻഡ് റിക്കേഴ്സീവ്ലി ഇന്യൂമറബിൾ ലാംഗ്വേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മെയിൻ ഹാഫ് ഓഫ് ദ ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പം മെയിൻലി ട്യൂറിംഗ് മെഷീൻ ഓട്ടോമേറ്റ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. അത് കൂടാതെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് അക്സെപ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് ട്യൂറിംഗ് മെഷീൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്യൂറിംഗ് മെഷീൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. അതിന്റെയൊക്കെ പ്രൂഫ് നമുക്ക് ആവശ്യമായിട്ടില്ല, ജസ്റ്റ് ഒരു തിയറി ടൈപ്പാണ്. പിന്നെ അതിന്റെ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതുപോലെ റിക്കേഴ്സിവ്ലി ടൈപ്പ് ഓഫ് ലാംഗ്വേജസും നോൺ റിക്കേഴ്സിവ്ലി ടൈപ്പ് ഓഫ് ലാംഗ്വേജസും ഒക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കാൻ പറ്റും. ഇനി ചോംസ്കി ഹൈറാർക്കി നോക്കിക്കേ. The linear bounded automation as a restricted TM അല്ലെ. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ചോംസ്കി ഹൈറാർക്കി ഈ ഒരു ട്യൂറിംഗ് മെഷീൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും അല്ലെ. ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേഷൻ ആസ് റെസ്ട്രിക്റ്റഡ് TM. അപ്പോൾ അത് നോക്കിയേ, അതിന്റെ കമ്പ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് ട്യൂറിംഗ് TSS ഉണ്ട്, എൻകോഡിംഗ് ഓഫ് TMs ഉണ്ട്, യൂണിവേഴ്സൽ മെഷീൻസ് ഉണ്ട്, അതുപോലെ ഡയഗണലിസംസ്, റിഡക്ഷൻസ്, decidable and undecidable problems, halting problem, post correspondence problem and the proof for their undisability. ഇതൊക്കെയാണ് കമ്പ്യൂട്ടബിലിറ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പം ഇതൊക്കെ ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് റിയലി അപ്ലൈ ചെയ്യാൻ പറ്റും, ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതൊക്കെ സെക്ഷൻസ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ട്യൂറിംഗ് മെഷീൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതിന്റെ എൻകോഡിങ്സ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫ് വേണ്ടുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TOC തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 4 മൊഡ്യൂൾസ് ടോട്ടലി പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഓരോ മൊഡ്യൂൾസിലും നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓട്ടോമേറ്റ, ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഉണ്ട്, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ
then അതിന്റെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജസ്, റെഗുലർ എക്സ്പ്രഷൻസ്, ട്യൂറിംഗ് മെഷീൻസ്. അപ്പൊ ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതിന്റെ എക്സാമ്പിൾസ് സഹിതം പഠിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിയറീസും ഉണ്ട്. തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോബ്ലം ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻസ് വച്ചിട്ട് കൺവേർഷൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ്. ഇല്ലാന്നുണ്ടെങ്കിൽ റിയൽ ആപ്ലിക്കേഷൻസും ചോദിക്കാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ്. അപ്പോ 2019 സ്കീം പോലെ തന്നെയാണ്. പക്ഷെ അന്ന് നമുക്ക് 5 മൊഡ്യൂൾസ് ആയിരുന്നു ടോട്ടലി ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന 2015 സ്കീമിലും നമുക്ക് 6 മൊഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അപ്പോഴത്തേക്ക് മാർക്ക് സ്കീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പോൾ നമുക്ക് 2024 4 മൊഡ്യൂൾസ് ആക്കിയിട്ട് കുറയ്ക്കുന്നുണ്ട്. പക്ഷേ കണ്ടന്റ്സ് എല്ലാം സെയിം തന്നെയാണ്, അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പം അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന മൊഡ്യൂളിന്റെ കണ്ടന്റ്സ് എടുത്ത് നമ്മൾ ഈ ബാക്കിയുള്ള മൊഡ്യൂൾസിൽ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ സ്കീമിൽ നമുക്ക് സിലബസ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പം ഷുവർ ആയിട്ട് എല്ലാ കൺസെപ്റ്റും പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ആൻസറിങ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ TOCന്റെ സിലബസിലെ കണ്ടന്റ്സ്. അപ്പോൾ ആൽഫബറ്റ് എന്താണ്, സെറ്റ് എന്താണ്, അതുപോലെ തന്നെ ലാംഗ്വേജസ്, റെഗുലർ ലാംഗ്വേജസ് എന്താണ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് ഇൻട്രഡക്ഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഓരോ മൊഡ്യൂൾസും അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ പഠിക്കുന്ന ആ സെക്കൻഡ് മൊഡ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിനുശേഷം അതിന്റെ നെക്സ്റ്റ് ഓട്ടോമേറ്റ നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് ഫ്ലോ മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് മേജർ കണ്ടന്റ്സ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ ഓരോന്നും നോക്കുക.